ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡിന്നർ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഡിന്നറിന് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഒരു പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തി ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, പിന്നെ നിങ്ങളിങ്ങനെ മാത്രമേ ഉണ്ടാക്കൂ. അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 1 kg റൈസ്, സെല്ല ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അരി സോക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേഷനിലും ചെയ്തിട്ട് വെക്കാം. കറി വെക്കാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ കടയിൽ നിന്ന് ചിക്കൻ വാങ്ങിയ, അതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടുണ്ടേനു. മന്തി ഉണ്ടാക്കാന്ന് പെട്ടെന്നാണ് തീരുമാനിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ ചിക്കൻ്റെ പീസെല്ലാം ഇങ്ങനെ ചെറുതായി പോയേ. അങ്ങനെ അതാ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളയെല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള, ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി ഇതെല്ലാം ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോപ്പ് ചെയ്യുമ്പില്ലേ ഇതുപോലെ ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 2 ചിക്കൻ്റെ മാഗി ക്യൂബും പിന്നെ ഒരു ഡ്രൈഡ് ലെമൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടി. ഈ മസാലപ്പൊടിയിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടിയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുഴുവൻ കുരുമുളകില്ലേ പൊടിക്കാത്ത, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി. കാരണം നമ്മുടെ ചിക്കൻ്റെ മാഗി ക്യൂബിൽ അതിൽ നന്നായിട്ട് ഉപ്പുണ്ടാകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ കുറച്ച് മൊഞ്ചായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഇതെല്ലാം നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഈ ചിക്കന് ഏകദേശം ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലും ചിക്കനിലേക്ക് ഒന്ന് പിടിക്കുന്ന ടൈം വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ ചിക്കന് ഒരു ഭാഗത്ത് കിടന്നിട്ട് മാഗ്നേറ്റ് ആവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ റൈസ് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ അരി വേവിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഡ്രൈഡ് ലെമൺ, ചിക്കൻ്റെ മാഗി ക്യൂബ്, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഹോൾ സ്പൈസസ് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കല്ലുപ്പാണ് കേട്ടോ. ഇനി വെള്ളം തിളവരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെച്ച നമ്മുടെ റൈസില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 85-90% ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനില്ലേ അത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക. അങ്ങനത്തെ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ എല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കന് നന്നായിട്ട് വെള്ളയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വെള്ളയിലും വറ്റിയിട്ട് നമ്മൾ ആദ്യം ഒഴിച്ച ആ 1 കപ്പ് ഓയിലില്ലേ ആ ഓയിൽ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. റൈസ് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അരി ഒന്ന് പൊട്ടുന്ന പരുവത്തിൽ നമുക്കിത് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കന് നന്നായിട്ട് കുക്കായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചിക്കന് ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. താഴെയുള്ള നമ്മളെ എണ്ണയില്ലേ അത് വേറെ തന്നെ കോരി മാറ്റുന്നുണ്ട്. ഞാൻ ചിക്കൻ വേവിപ്പിച്ച് ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ മന്തി ദം ചെയ്തിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തു വെക്കുന്നത്. ഇനി നമുക്ക് മന്തി ദം ചെയ്തിട്ടെടുക്കാം. ചിക്കൻ കുക്ക് ചെയ്ത പാത്രത്തിൽ ഞാൻ ലാസ്റ്റ് കുറച്ച് മസാല വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലിലേക്ക് കുക്ക് ചെയ്ത റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ കോരി വെച്ച നല്ല മസാലയോട് കൂടിയിട്ടുള്ള ഓയിലില്ലേ അത് ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലിലേക്ക് 1 ടീസ്പൂണ് മന്തി മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലെയേഴ്സായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ മേലിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ യെല്ലോവും റെഡും ഫുഡ് കളർ മാറി മാറി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കളറിൽ നമുക്ക് മന്തി കിട്ടണമെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടാ. പിന്നെ ഫുഡ് കളർ ആഡ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് മഞ്ഞൾ പൊടിയില്ലേ അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ.
ഇങ്ങനെ ലേയേഴ്സായിട്ട് ചെയ്യുമ്പോഴേ മന്തി മസാലപ്പൊടി കൂടി നമ്മൾ റൈസിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അത് ഈ റൈസിൽ നല്ലൊരു ഫ്ലേവർ തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുക്ക് ചെയ്തിട്ട് മാറ്റി വെച്ച നമ്മുടെ ചിക്കനില്ലേ, ആ ചിക്കൻ കൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഓയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. എല്ലാം തന്നെ നമ്മുടെ മസാലയിൽ ഇതിലേക്ക് പിടിച്ചിട്ട് ഫ്രൈ ചെയ്ത പോലെ തന്നെ ആ ഒരു പരുവത്തിൽ തന്നെ നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ടേനു. ഇനി റൈസിലേക്ക് ഒരു 4-5 പച്ചമുളക് കൂടി കുത്തി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കാം. പിന്നെ ചാർക്കോൾ കൂടി പുകയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ ചാർക്കോൾ പുകയിച്ചിട്ടുണ്ടേനു, പക്ഷെങ്കിൽ അത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അങ്ങനെ തന്നെ നമ്മൾ പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു ലുക്കില്ലേ, ആ ലുക്കിൽ തന്നെ നമ്മൾ മന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. റൈസെല്ലാം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തഡിൽ നിങ്ങൾ മന്തി ഉണ്ടാക്കി നോക്ക്, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ്.